അപ്പോൾ എല്ലാവർക്കും MI മോഷൻ ഗ്രാഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് നിങ്ങൾ പ്രിവ്യൂവിൽ കണ്ടതുപോലെയുള്ള ഈ ഒരു ലോഗോ ഷൈനിങ് ഇൻട്രോ ആണ്. അപ്പോൾ ഒരു വീഡിയോ ചെയ്യാനായി ആദ്യം തന്നെ നിങ്ങൾ പിക്സൽ ലാബ് ഓപ്പൺ ചെയ്യുക. പിക്സൽ ലാബ് ഓപ്പൺ ചെയ്ത ശേഷം ഈ ഒരു ടെക്സ്റ്റ് ഡിലീറ്റ് ചെയ്ത് കളയുക. അതിനുശേഷം ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിൻ്റെ ഓപ്ഷൻ ഈ ഒരു താഴെ നാലാമത്തെ ഒരു ഓപ്ഷൻ ചെന്ന ശേഷം ബാക്ക്ഗ്രൗണ്ട് ട്രാൻസ്പെറൻ്റ് ആയി കൊടുക്കുക. ഇനി ചെയ്യേണ്ടത് നമ്മൾ ഇതിലേക്ക് ഒരു ഷേപ്പ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതിനായി പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്ത ശേഷം ഷേപ്സ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത ശേഷം ഈ ഷേപ്പിൻ്റെ കളർ ഒന്ന് ഗ്രീൻ ആക്കി കൊടുക്കുക. അതിനുശേഷം ഈ ഒരു ടിക്ക് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഒരു ഷേപ്പ് നമ്മൾ വലുതാക്കി കൊടുക്കുകയാണ്. ഈ ഒരു പൊസിഷനിൽ വെക്കുകയാണ്. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഒരു ലെയർ ഓപ്ഷനിൽ പോയ ശേഷം ആ ഒരു ഷേപ്പ് ലോക്ക് ചെയ്ത് വെക്കുക. ഇത് നമ്മൾ ഇതിലേക്കൊരു ബ്ലാക്ക് ഷേപ്പ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതിനായി പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്ത ശേഷം ഈ ഒരു ഷേപ്സിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഈ ഒരു ഷേപ്പിൻ്റെ കളർ നമുക്കൊന്ന് ബ്ലാക്ക് ആക്കി കൊടുക്കാം. ഓക്കെ, ബ്ലാക്ക് ആക്കി കൊടുത്ത ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഒരു റേഡിയസ് എന്നുള്ള ഓപ്ഷനിൽ പോയ ശേഷം ഇതിൻ്റെ വാല്യൂ ഏകദേശം ഒരു 20% ആക്കി കൊടുക്കാം. അതിനുശേഷം ടിക്ക് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഇത് നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഒരു ഷേപ്പ് ഇതുപോലെ തന്നെ നമ്മൾ ആദ്യമേ ഗാലറിയിലേക്ക് സേവ് ചെയ്യുക. അതിനായി സേവ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത ശേഷം സേവ് ആസ് ഇമേജ് കൊടുക്കുക. അതിനുശേഷം സേവ് ടു ഗാലറി എന്ന ഓപ്ഷൻ സെലക്ട്. ഓക്കെ, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഒരു ലെയർ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത ശേഷം നമ്മൾ ഈ രണ്ട് ലെയേഴ്സും ഒന്ന് സെലക്ട് ചെയ്യുക. ഒന്നുകൂടെ കാണിച്ചു തരാം. ഈ ഒരു ലെയർ ഓപ്ഷനിൽ സെലക്ട് ചെയ്ത ശേഷം ഈ ഒരു താഴത്തെ ഈ ഒരു ഐക്കണിൽ ക്ലിക്ക് ചെയ്ത ശേഷം ഈ ഒന്നാമത്തെ രണ്ടാമത്തെ ലെയർ സെലക്ട് ചെയ്തുകൊണ്ട് വീണ്ടും ആ ഒരു മിഡിലെ ആ ഒരു ഇത് സെലക്ട് ചെയ്യുക. ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുക. എന്നിട്ട് ഓക്കെ പ്രസ് ചെയ്യുക. ഇപ്പം നമ്മൾ ആ രണ്ട് ലെയേഴ്സ് ഒന്ന് മെർജ് ചെയ്തിരിക്കുകയാണ്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നിങ്ങൾ ഈ ഒരു താഴത്തെ ഈ ഒരു ഓപ്ഷൻസിൽ ഈ ഒരു മൂന്നാമത്തെ ഓപ്ഷനിൽ വന്ന ശേഷം താഴേക്ക് സ്ക്രോൾ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു ഇറേസ് കളർ എന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. അതൊന്ന് എനേബിൾ ചെയ്യുക. അതിനുശേഷം ഈ ഒരു കളർ പിക്കർ ടൂള് സെലക്ട് ചെയ്ത ശേഷം ജസ്റ്റ് ഈ ഒരു ബ്ലാക്ക് കളർ തന്നെ സെലക്ട് ചെയ്ത ശേഷം ടിക്കിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഇപ്പം നമുക്ക് ആ ഒരു ബ്ലാക്ക് കളർ ഇറേസ് ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ടോളറൻസ് അല്പം ഒന്ന് കൂട്ടിക്കൊടുക്കാം. എന്നിട്ട് നിങ്ങൾ ഈ ഒരു ഇമേജ് നിങ്ങളുടെ ഗാലറിയിലേക്ക് സേവ് ചെയ്യുക. ഓക്കെ, അപ്പം നമ്മളുടെ പിക്സൽ ലാബിൽ എല്ലാ വർക്ക് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമ്മൾ ജസ്റ്റ് നമ്മുടെ ഈ കൈൻമാസ്റ്റർ ഒന്ന് ഓപ്പൺ ചെയ്ത ശേഷം ഈ ഒരു ക്രിയേറ്റ് ന്യൂ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത ശേഷം 1:1 റേഷ്യോ സെലക്ട് ചെയ്ത് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇനി നമ്മൾ ഇതിലേക്കൊരു ബ്ലാക്ക് ഇമേജ് ആഡ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു ബ്ലാക്ക് സോൾ കളർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഒരു ബ്ലാക്ക് സോൾ കളർ ഏകദേശം 3 സെക്കൻഡ് വരെ മതി. നമ്മളുടെ ആ ഒരു ഇൻട്രോ ആയതുകൊണ്ട് തന്നെ 3 സെക്കൻഡ് മതി. ആ ഒരു ട്രിം ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത ശേഷം റൈറ്റിലേക്കുള്ള പോർഷൻസ് നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ചെയ്യുന്നത് ഇതിലേക്ക് നമ്മൾ ആദ്യമേ ആ ഒരു പിക്സൽ ലാബിൽ ചെയ്ത ആ ഒരു ആദ്യത്തെ ഇമേജ് ഇതിലേക്ക് ഇമ്പോർട്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഒരു ട്രിം ഓപ്ഷൻ്റെ റൈറ്റ് സൈഡിൽ കാണുന്ന ഈ ഒരു മിഡിലെ ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്ത ശേഷം നമ്മൾ ഏകദേശം ഈ ഒരു റേഞ്ചിലേക്ക് ഇത് വെച്ച് കൊടുക്കുകയാണ്. ഓക്കെ, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് അതും ഏകദേശം ഈ ഒരു 3 സെക്കൻഡ് വരെ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുക. ഇനി ചെയ്യാൻ പോകുന്നത് ഇതിലേക്ക് നമ്മളുടെ PNG ലോഗോ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ആ ഒരു ലോഗോ നിങ്ങളുടെ ഒരു ലോഗോയുടെ ഒരു PNG ബാക്ക്ഗ്രൗണ്ട് ഇറേസ് ചെയ്ത ആ ഒരു PNG എടുത്ത് വെക്കുക. അത് ഇതിലേക്ക് ഇമ്പോർട്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പം നമ്മൾ ആ ഒരു ഇമേജ് ഇതിലേക്ക് ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മളപ്പോൾ അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് മിഡിലിൽ അലൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇന്ന അനിമേഷനിൽ പോയ ശേഷം ഇത് ഏകദേശം ഇത് നിങ്ങൾക്ക് ഓപ്ഷനിലാണ്, വേണമെങ്കിൽ കൊടുത്താൽ മതി. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഫെയ്ഡും കൊടുക്കാം. ഓക്കെ, ഞാനിവിടെ ഒരു വൈപ്പ് ഡൗൺ എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ഉണ്ട്. ഓക്കെ, വൈപ്പ് ഡൗൺ എന്നതായിരുന്നു സെലക്ട് ചെയ്തത്. ഇനി നമ്മൾ ഇത് ചെയ്യാൻ പോകുന്നത് ഇനി നമ്മൾ ഇതിലേക്ക് ഒരു വൈറ്റ് കളർ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഒരു വൈറ്റ് ഇമേജ് ഇതിലേക്ക് ഇമ്പോർട്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, വൈറ്റ് കളർ നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്തു ശേഷം ഈ ക്രോപ്പിംഗ് എന്ന് പറയുന്ന ഓപ്ഷനിൽ പോയ ശേഷം മാസ്ക് സെലക്ട് ചെയ്യുക. മാസ്ക് എനേബിൾ ചെയ്ത ശേഷം ഈ ഫെദർ ഒന്ന് കൂട്ടിക്കൊടുക്കാം. ഫെദർ കൂട്ടിക്കൊടുത്ത ശേഷം ഈ ഒരു രീതിയിലേക്ക് ഇതാക്കി കൊടുക്കാം. ഈ ഒരു രീതിയിൽ താഴേക്ക് ക്രോപ്പ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഫെദറിൻ്റെ വാല്യൂ അല്പം കൂടി ഒന്ന് കുറച്ച് കൊടുക്കാം. ഒരു 28% ആക്കി കൊടുക്കാം. ഓക്കെ, ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഒരു ക്രോപ്പ് ഓപ്ഷനിൽ നിന്ന് പോയ ശേഷം ഒന്ന് ജസ്റ്റ് ഒന്ന് വലുതാക്കി കൊടുക്കാം. അതിനുശേഷം ഒന്ന് റൊട്ടേറ്റ് ചെയ്യാം. റൊട്ടേറ്റ് ചെയ്ത ശേഷം ഈ ഒരു രീതിയിലേക്ക് കൊണ്ടുവച്ച് കൊടുക്കാം. ഓക്കെ, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഒരു ആൽഫ ഒപ്പാസിറ്റി എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത ശേഷം അതിൻ്റെ ഒപ്പാസിറ്റി ഒന്ന് കുറച്ച് കൊടുക്കാം.
ഓക്കെ, ഒരു 60% ആക്കി കൊടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് ഒരു അനിമേഷൻ കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഈ ഒരു വൈറ്റ് കളർ നമുക്ക് ഈ ഒരു ഭാഗത്ത് കൊണ്ടുവച്ച ശേഷം ഈ ഒരു വൈറ്റ് കളർ എന്ന് പറയുന്നത്, ഈ ഒരു വൈറ്റ് കളർ നമുക്ക് ഏകദേശം ഈ ഒരു ലെവലിൽ വെച്ചിട്ട് ട്രിം ചെയ്ത് കൊടുക്കാം. ട്രിം ടു റൈറ്റ് ഓഫ് പ്ലേ ഹെഡ് സെലക്ട് ചെയ്യുക. ഇനി നിങ്ങൾ ഈ ഒരു കീ ഓപ്ഷൻ പോയ ശേഷം വീണ്ടും നമ്മൾ ഇതിലേക്ക് കീ ആഡ് ചെയ്യുകയാണ്. ഈ ഒരു പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇവിടുത്തെ ആ ഒരു പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്ത് കീ ആഡ് ചെയ്തു. എന്നിട്ട് ഈ ഒരു വൈറ്റ് സോളിഡ് കളർ നമ്മൾ നേരെ താഴേക്ക് കൊണ്ടുവച്ചിരിക്കുകയാണ്. ഇനി വീണ്ടും ഈ ഒരു ഭാഗത്തേക്ക് വന്ന് വീണ്ടും മുകളിലേക്ക് ആക്കി കൊടുക്കാം. ഏറ്റവും എൻഡിങ്ങിൽ പോയ ശേഷം വീണ്ടും അതേപോലെ തന്നെ താഴേക്ക് ആക്കി കൊടുക്കുക. ഓക്കെ, അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മൾ ചെയ്തിരിക്കുകയാണ്. ഇനി നമ്മൾ ഇതിലേക്ക് നമ്മൾ രണ്ടാമത് പിക്സൽ ലാബിൽ ചെയ്ത ആ ഒരു ഇമേജ് ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ആഡ് ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. ഇനി നമ്മൾ ഈ ഒരു ട്രിമ്മിൻ്റെ രണ്ടാമത്തെ ഈ ഒരു ട്രിമ്മിൻ്റെ തൊട്ട് റൈറ്റ് സൈഡിൽ കാണുന്ന ആ രണ്ടാമത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അതിനുശേഷം ഒന്ന് വലുതാക്കി കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ ആ ഒരു ഷൈനിങ് എഫക്റ്റ് അവിടെ വന്നിട്ടുണ്ട്, നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു എഫക്റ്റ് ചെയ്യുന്നത്. ഇനി നമ്മൾ ഈ ഒരു 3 സെക്കൻഡിലേക്ക് തന്നെ എല്ലാം ട്രിം ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് ഒരു ഫെയ്ഡ് ഇൻ ഫെയ്ഡ് ഔട്ട് എഫക്റ്റ് ആഡ് ചെയ്യുകയാണ്. അതിനായി ഈ ഒരു സെറ്റിങ്സ്, ഈ ഒരു ലെഫ്റ്റ് സൈഡിൽ ഈ ഒരു സെറ്റിങ്സ് ഓപ്ഷനിൽ പോയ ശേഷം വീഡിയോ സെലക്ട് ചെയ്യുക. വീഡിയോ സെലക്ട് ചെയ്ത ശേഷം ഈ വീഡിയോ ഫെയ്ഡ് ഇൻ എന്നോ ഈ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അതിനുശേഷം ഈ ഒരു 0.25 ആക്കി കൊടുക്കുക. അതുപോലെ തന്നെ വീഡിയോ ഫെയ്ഡ് ഔട്ടും കൊടുക്കുക. അതിനുശേഷം 0.25 ആക്കി കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നത്, ഈ ഒരു എഫക്റ്റ്. ഓക്കെ, അപ്പോൾ നമ്മൾ ആ ഒരു വീഡിയോ എക്സ്പോർട്ട് ചെയ്യണം. ഞാൻ ഒരു കാര്യം പറയാൻ പറഞ്ഞത്, ആ ഒരു വീഡിയോ എക്സ്പോർട്ട് ചെയ്ത ശേഷം നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ എഡിറ്റിംഗ് സോഫ്റ്റ്വെയറിൽ കയറുക. അതിപ്പോൾ ഞാനിപ്പോൾ എലൈറ്റ് മോഷനിലാണ് സ്റ്റാറ്റസ് വീഡിയോസ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഒരു എലൈറ്റ് മോഷൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇനി ആ ഒരു പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങളുടെ വീഡിയോ ഇതിലേക്ക് ഇമ്പോർട്ട് ചെയ്ത് കൊടുക്കുക. ആ ഒരു വീഡിയോ ഇതിലേക്ക് ഇമ്പോർട്ട് ചെയ്തു ശേഷം നമ്മൾ ഈ ഓൾറെഡി ഒരു വാട്ടർമാർക്ക് ചെയ്ത വീഡിയോ ആയതുകൊണ്ട് ആ ഒരു വാട്ടർമാർക്ക് കട്ട് ചെയ്ത് കാണിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിലേക്ക് നമ്മൾ ആ ഒരു വാട്ടർമാർക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പോവുകയാണ്. ആ ഒരു പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾ ആ ചെയ്ത് വെച്ചിരിക്കുന്ന ആ വാട്ടർമാർക്ക് ഇതിലേക്ക് ഇമ്പോർട്ട് ചെയ്തു. ഓക്കെ, നമ്മളിപ്പോൾ ആ ഒരു വാട്ടർമാർക്ക് ഇമ്പോർട്ട് ചെയ്ത് കൊടുത്തു. ശേഷം എഫക്ട്സ് ഓപ്ഷനിൽ പോയ ശേഷം ആഡ് എഫക്ട്സിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ക്രോമാക്കി എന്ന് സെർച്ച് ചെയ്യുക. ഈ ഒരു ക്രോമാക്കി എന്ന് സെർച്ച് ചെയ്ത ശേഷം ഓക്കെ, ഈ ഒരു ക്രോമാക്കി സെലക്ട് ചെയ്യുക. സ്റ്റാൻഡേർഡ് സെറ്റിങ്സോടുകൂടി ആഡ് ചെയ്ത ശേഷം നിങ്ങൾ കുറച്ച് ഫ്രണ്ടിലേക്ക് ഈ ഒരു രീതിയിലൊക്കെ ആയിരിക്കും നിങ്ങൾ കാണുക. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഒരു ത്രെഷോൾഡിൻ്റെ വാല്യൂ കൂട്ടി കൊടുക്കാം. ഏകദേശം ഒരു 4000 റേഞ്ചിലേക്ക് നമുക്ക് 0.45 ഒക്കെ ആക്കി കൊടുക്കാം നമുക്ക്. ഓക്കെ, ഇവിടെ 0.4ൻ്റെ ആവശ്യം വന്നിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഈ ഒരു രീതിയിലേക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നാലും കുറച്ചൊരു ഗ്രീൻ കളർ അതിൻ്റെ തൊട്ട് സൈഡിലായിട്ട് കാണുന്നതാണ്. അപ്പോൾ നിങ്ങൾ ആ ഒരു വാല്യൂ അതിനനുസരിച്ച് അറേഞ്ച് ചെയ്ത് കൊടുക്കുക. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഇതിലേക്ക് നമ്മൾ ഈ ഒരു വീഡിയോ സെലക്ട് ചെയ്ത ശേഷം എഫക്ട്സ് ഓപ്ഷനിൽ പോയ ശേഷം ആഡ് എഫക്ട്സ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഈ ഒരു ഗോഷ്യൻ ബ്ലർ എന്ന് പറയുന്ന ഒരു ബ്ലർ സെലക്ട് ചെയ്യുക. നമ്മൾ ആ ഒരു ഗോഷ്യൻ ബ്ലർ ഇതിലേക്ക് ആഡ് ചെയ്തിരിക്കുകയാണ്. ഇനി ആ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്ത ശേഷം നമ്മൾ ആദ്യമേ ഒരു കീ ആഡ് ചെയ്യുക. അതിനുശേഷം ഒരു വാട്ടർമാർക്ക് തീരുന്ന ഭാഗത്തായിട്ട് അടുത്തൊരു കീ ആഡ് ചെയ്യുക. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യത്തെ കീയിൽ ചെന്ന ശേഷം ആദ്യത്തെ കീയുടെ വാല്യൂ ഏകദേശം ഒരു 400 ആക്കി കൊടുക്കുക. ഓക്കെ, 400 വേണ്ട, ഒരു 245 ആക്കി 0.245 ആക്കി കൊടുക്കാം. അതിനുശേഷം നിങ്ങൾ ഈ ഒരു കീ ആദ്യത്തേക്ക് എൻ്റെ ഒന്ന് ഡ്രാഗ് ചെയ്ത് കൊടുക്കുക. ഇനി നിങ്ങൾ എൻഡിങ്ങിൽ പോയ ശേഷം എൻഡിങ്ങിലത്തെ കീ നിങ്ങൾ 0 ആക്കി കൊടുക്കുക. ഓക്കെ, ഇത് കൂടുതൽ ഇതുപോലത്തെ ട്യൂട്ടോറിയൽസുമായിട്ട് നമ്മൾ വരും ദിവസങ്ങളിൽ നമ്മുടെ ചാനലിൽ കിടിലം വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും നിങ്ങളുടെ എഡിറ്റേഴ്സ് ഫ്രണ്ട്സിന് നമ്മുടെ ചാനൽ മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവാണ്. ഓക്കെ, അപ്പം മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.